ടു സൈലം ലേണിംഗ്. അഴുവ മിസ്സാണ് കേട്ടോ. അപ്പം മിസ്സിൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂള് അവധിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പഠിക്കാനൊന്നും വയ്യാന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും വരുന്നതായിരിക്കും. ഇന്നും നിങ്ങളെ കാത്ത് ഒരു അടിപൊളി പ്രവർത്തനവുമായിട്ടാണ് അണുവ മിസ് വന്നിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം അല്ലേ? നോക്കിക്കേ, തരം തിരിക്കാം. ഇവിടെ നിങ്ങൾ കുറേ കൂട്ടുകാരെ കാണുന്നുണ്ട് അല്ലേ? ആരാണ് ഇവരൊക്കെ? കുറേ മൃഗങ്ങളാണല്ലേ. ഏതൊക്കെ മൃഗങ്ങളാണ് കാണുന്നത്? ലയണിനെ കാണുന്നില്ലേ? ഇവിടെ ലയൺ കാണിച്ച എല്ലാവരും ഇതാണല്ലേ ലയൺ. ലയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹം അല്ലേ? നമ്മുടെ സിംഹമാണ് കാട്ടിലെ രാജാവ് അല്ലേ? നമ്മുടെ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിനെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അടുത്തത് ആരാണ്? ചീറ്റ അല്ലേ? ചീറ്റപ്പുലിയെ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ ചീറ്റ. ചീറ്റയെ കാണുന്നുണ്ടോ? ദാ ചീറ്റ അല്ലേ? യെസ്, ചീറ്റയും നിങ്ങൾ കാണുന്നുണ്ട്. തൊട്ട് താഴെ ഈ ഒരു മിടുക്കനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാരാണ്? ഇതാണ് ജിറാഫ് അല്ലേ? ജിറാഫിന്റെ കഴുത്ത് നോക്കിക്കേ, നല്ല നീളമാണ് അല്ലേ ജിറാഫിന്റെ കഴുത്തിന്? നിങ്ങൾക്ക് അതും അറിയാം. ഇനി അടുത്തതാണ് പശുവിനെ കാണുന്നുണ്ട് അല്ലേ? കൗവിനെ കാണുന്നുണ്ട് അല്ലേ? തൊട്ട് താഴെ ആരുണ്ട്? ഗോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ആട് അല്ലേ? ആടിനെയും കാണുന്നുണ്ട്. അപ്പൊ എത്ര ജീവികളെയാ നിങ്ങൾ ഇവിടെ കാണുന്നത്? നമുക്ക് എണ്ണി നോക്കാലോ. 1 2 3 4 5 ജീവികളെ നിങ്ങൾ കാണുന്നുണ്ട്. ഇവരെയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്? തരം തിരിക്കേണ്ടത്. എങ്ങനെയാ നമ്മൾ ഇവരെ തരം തിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാവോ? വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയുമാണ് നിങ്ങൾ ഇതിൽ തരം തിരിച്ചിട്ട് എഴുതേണ്ടത്. ഇതിൽ ആരൊക്കെയാണ് വളർത്തുമൃഗങ്ങൾ, ആരൊക്കെയാണ് വന്യമൃഗങ്ങൾ അല്ലെ? വന്യമൃഗങ്ങളെ നമുക്ക് എന്ത് പറയാം ഇംഗ്ലീഷിൽ? എന്താ പറയുക? വൈൽഡ് ആനിമൽസ്. എന്താ പറയുക മക്കളെ? വൈൽഡ് ആനിമൽസ്. വളർത്തുമൃഗങ്ങളെയോ? ഡൊമസ്റ്റിക് ആനിമൽസ്. എന്താ പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തരം തിരിച്ചെഴുതേണ്ടത്. അപ്പൊ വന്യമൃഗങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക? കാട്ടിലായിരിക്കും ഉണ്ടാവുക. ഈ കൂട്ടത്തിൽ കാട്ടിലുണ്ടാകുന്ന ആളുകൾ ആരൊക്കെയാണ്? നോക്കിക്കേ, സിംഹം. ലയൺ കാട്ടിലല്ലേ ഉണ്ടാവുക. ജിറാഫ്. ആരാണ്? ജിറാഫ് എവിടെയാ ഉണ്ടാവുക? കാട്ടിലല്ലേ. പിന്നെ ആരാ ഉണ്ടാവുക? ചീറ്റ എവിടെയാ ഉണ്ടാവുക? ചീറ്റയും കാട്ടിലാണല്ലേ ഉണ്ടാവുക. നിങ്ങൾക്ക് പിടികിട്ടിയോ? നന്നായിട്ട് മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ്? നിങ്ങളുടെ വീട്ടിലുണ്ടാവോ ഇവരൊക്കെ? ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. പശു അല്ലേ? കൗവിനെ നമ്മൾ എവിടെയാ വളർത്തുക? വീടുകളിൽ അല്ലേ? പശു നമുക്ക് പാല് തരും. പിന്നെ ഉള്ളത് ആരാ? ആട് അല്ലേ? ഗോട്ട് എവിടെയാ ഉണ്ടാവുക? വീടുകളിലൊക്കെ കാണും അല്ലേ? പാലിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തരം തിരിച്ചെഴുതിയത് മനസ്സിലായോ? ഇനിയും ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അതിൽ വന്യമൃഗങ്ങളും ഉണ്ട്, വളർത്തു മൃഗങ്ങളും ഉണ്ട്. അവയെ നിങ്ങൾ വീണ്ടും ഒന്ന് തരം തിരിച്ചെഴുതാൻ വേണ്ടി നോക്കുമല്ലോ. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.